ഇപ്പോൾ രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ യെച്ചൂരി സീതാറാം യെച്ചൂരിയെ അനുസ്മരിക്കാനായി. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് യെച്ചൂരിയെ? ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ശ്രീ സീതാറാം യെച്ചൂരി. ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി പോരാടുമ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങൾ എന്നും ഉയർത്തിപ്പിടിച്ചിരുന്നു. വിദ്യാർത്ഥി യുവജന രംഗത്ത് ദേശീയ തലത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ വിദേശ യാത്രകളിൽ ഒരുമിച്ച് പോയിട്ടുണ്ട്. അദ്ദേഹം എന്നും ജനാധിപത്യ മതേതര കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ കാണുമ്പോഴും കേരളത്തിൽ വരുമ്പോഴും ആ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. ഇത്ര പെട്ടെന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല. തീർച്ചയായിട്ടും വളരെ നിർണായകമായൊരു കാലഘട്ടമാണ്. ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുത്ത വ്യക്തിയുള്ള ഒരാളാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിന്റെ വിയോഗം തീർച്ചയായും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഒരു തീരാ നഷ്ടമാണ്. ഞങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾക്ക് ഒരു വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് ഇതെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചത്. സീതാറാം യെച്ചൂരി CPM-ന്റെ സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിടവാങ്ങിയിരിക്കുന്നു. 72 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഡൽഹി എയിംസിലായിരുന്നു അന്ത്യം. ഉച്ചകഴിഞ്ഞ് 3:30-ഓടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ എയിംസിൽ തന്നെയാണ് മൃതദേഹമുള്ളത്. നാളെ വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നറിയുന്നു. മറ്റന്നാൾ AKG ഭവന് മുന്നിൽ പൊതുദർശനം. എയിംസിന് തന്നെ പഠനാവശ്യങ്ങൾക്കായി മൃതദേഹം വിട്ടുകൊടുക്കാനുമാണ് തീരുമാനം. പാർട്ടി ഡൽഹി കേന്ദ്രത്തിലായാലും AKG സെൻട്രലായാലും ഇപ്പോൾ യെച്ചൂരിയുടെ വിടവാങ്ങലിൽ ആദരസൂചകമായി പാർട്ടി പതാക, പാർട്ടി കൊടി താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും നേരത്തെ പ്രതികരിക്കുകയുണ്ടായി. ഇന്ന് MV ഗോവിന്ദൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ്, യെച്ചൂരിയെ കാണാൻ വേണ്ടിയാണ് ഡൽഹിയിലേക്ക് പോയത്. കണ്ടതിന് ശേഷം മടങ്ങുന്നതിനിടയിലാണ് ഈ വിയോഗ വാർത്ത വരുന്നത്. മറ്റന്നാളാണ് AKG ഭവന് മുന്നിൽ പൊതുദർശനം. ദിലീപ് തുടരുന്നുണ്ട്. ദിലീപ്, ഈ VS-ന്റെ സ്വീകാര്യത, ജനപ്രിയത അത് ഈ പാർട്ടിയുടെ അച്ചടക്കവുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന ഓരോരോ ഘട്ടങ്ങളിൽ, ആ ഘട്ടങ്ങളിലെല്ലാം ഒരു ട്രബിൾ ഷൂട്ടർ എന്ന നിലയിൽ യെച്ചൂരിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? വേണു, CPM-നെ സംബന്ധിച്ച് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ കേരള ഘടകം VS-നെതിരെ നടപടി വേണം എന്ന് പലതവണ CPM കേന്ദ്ര നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. CPM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന് പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് പോകാൻ കഴിയാത്ത വിധമുള്ള സമ്മർദ്ദമായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് അക്കാലത്തുണ്ടായിരുന്നത്. അന്ന് സീതാറാം യെച്ചൂരി പക്ഷേ ശക്തമായ നിലപാടാണ് PB-യിലടക്കം സ്വീകരിച്ചത്. മാത്രമല്ല, ബംഗാൾ നേതാക്കളുമായി സീതാറാം യെച്ചൂരിക്കുള്ള അടുത്ത ബന്ധവും ഇക്കാര്യത്തിൽ തുണയായിട്ടുണ്ട്. VS-നെ പിന്തുണയ്ക്കുന്നതിന് ഇത്തരം കാര്യങ്ങളിൽ, അതായത് VS-ൻ്റെ നിലപാടുകളെ ആ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കൊക്കെ എത്തുന്നതിനും നടപടിയിലേക്ക് പോകാതിരിക്കുന്നതിനുമൊക്കെയുള്ള ഒരു വൈദഗ്ധ്യം സീതാറാം യെച്ചൂരി ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിലേറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഈ ബംഗാൾ നേതാക്കളുമായിട്ടുള്ള അടുത്ത ബന്ധം തന്നെയായിരുന്നു. അന്ന് ബംഗാൾ ഘടകം കുറേ കൂടി ശക്തമാണ്, ഇപ്പോഴുള്ള ദുർബല നിലയിലേക്ക് എത്തിയിട്ടില്ല. അത് അന്ന് അവിടെ ഭരണമില്ലെങ്കിൽ പോലും ഇത്ര ദുർബലമായിട്ടില്ല ബംഗാളിലെ പാർട്ടി. അതുകൊണ്ട് തന്നെ ബംഗാൾ നേതാക്കൾക്ക് കൂടി ഒരു ഉള്ള കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒക്കെ ആയിരുന്നു. അത് പല ഘട്ടങ്ങളിലും സഹായകമായിട്ടുണ്ട്.